നമസ്കാരം. കഴിഞ്ഞ വീഡിയോ കണ്ട പലവരും കമൻറ്റിലൂടെ എന്നെ അറിയിച്ചത് ഇതത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നല്ല എന്നാണ്. പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അത് വായിച്ചെടുക്കുകയോ ചെയ്താൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാം എന്നാണ് മറ്റു ചിലർ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ജന്മസംഖ്യ മാത്രം നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരുടെ നമുക്ക് നോക്കാം. എന്തു പറയുന്നു? ഞാനിവിടെ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് എനിക്ക് DOBയും പേരും കമൻറ്റിലൂടെ അയച്ചു തന്ന ഒരു വ്യക്തിയുടേതാണ്. നമുക്കൊന്ന് നോക്കാം. ഈ വ്യക്തിയുടെ DOB അഥവാ ഡേറ്റ് ഓഫ് ബർത്ത് 15/1/1976 ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് 15 എന്നുള്ളത് ആണ് ഇതിലത്തെ ജന്മസംഖ്യ എന്ന് വരുന്നത്. അതായത് 1 + 5 = 6 ഇതിലത്തെ ജന്മസംഖ്യ. ജന്മസംഖ്യ 6 താന്ത്രിക്കിലും അതുപോലെ തന്നെ ദശമഹാവിദ്യയിലും അതുപോലുള്ള മറ്റുള്ള ദൈവിക കാര്യങ്ങളിൽ 6ന് വളരെയധികം സ്ഥാനമുണ്ട്. ടാറോ കാർഡിൽ ദ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് അൺകണ്ടീഷണൽ ലവ് കാണിക്കുന്നത് 6ആണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. സ്നേഹം, സൗന്ദര്യം, ആർഭാടം അങ്ങനെ ഒരുപാട് കാണിക്കുന്നതാണ് ഈ സംഖ്യ. ഒരുപാട് ദോഷവും ഉണ്ട് കേട്ടോ. ജന്മസംഖ്യ 6 ഗുണങ്ങൾ, അവർ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. സ്നേഹസമ്പന്നരാണ്. മറ്റുള്ളവരെ കുറേ കരുതുന്നതിലും സ്നേഹിക്കുന്നതും ഇവർ മുന്നിലാണ്. കുടുംബത്തിന് വലിയ പ്രാരാബ്ദങ്ങളൊക്കെ ഏറ്റെടുക്കും. കുടുംബത്തിന് ഒരുപാട് പ്രാധാന്യം നൽകും. ഇവരുടെ പ്രകൃതത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. സമാധാനപ്രിയരാണ് ഇവർ. തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവരെ പോലെ മറ്റൊരാൾക്കും സാധിക്കില്ല. സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താനായിട്ട് ഇവർ സാധിക്കും. പക്ഷെ അവരുടെ ദോഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും കുറച്ചുണ്ട് പറയാൻ. അമിതമായി എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. മറ്റുള്ളവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരതിൽ ചെന്ന് അനാവശ്യമായിട്ട് ഇടപെടും. അതുകൊണ്ട് എപ്പോഴും മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് 6 ജന്മസംഖ്യ ഉള്ളവർ. പുരാണങ്ങളിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ അസുര ഗുരുവാണ്. അതുകൊണ്ട് അമിത നിയന്ത്രണം ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അമിതമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ബന്ധങ്ങളിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബന്ധങ്ങളിൽ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാവുന്നുണ്ട്. ഇവരുടെ മറ്റൊരു ദോഷമാണ് പണം അമിതമായി ചെലവഴിക്കാനുള്ള പ്രവണത. ഇവർക്ക് വേണ്ടി മാത്രമാവണമെന്നില്ല. വീട്ടുകാർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഇവർ ഒരുപാട് അമിതമായി പണം ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഇവർ. ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവരാണെന്നാണ് പറയുക. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം. ഗുണദോഷ സമ്മിശ്രമാണ് ഈ നമ്പർ 6 ജന്മസംഖ്യ 6 നമ്മൾ കണ്ടു. ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. എന്നാൽ ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു ഗുണം കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി ഇന്ദു എന്നുള്ള പേരിൽ ഉള്ള സമയത്ത് അഥവാ ഇന്ദു TR എന്നുള്ള സമയത്ത് അവർക്ക് 4 ആയിരുന്നുവെങ്കിൽ വിവാഹത്തിന് ശേഷം ഇന്ദു ചന്ദ്രനായപ്പോൾ അത് 6 4 എന്ന രാഹുവിൻ്റെ പിടിയിൽ നിന്നും വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള 6 കുതിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ജന്മസംഖ്യ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.